പിന്നെ എൻ്റെ വീടിൻ്റെ അവസ്ഥ അതും കൂടി ഒന്ന് പറയണം. എനിക്ക് ഇത്രയും ആ ഒരു വാക്ക് എന്നെ എത്രമാത്രം തളർത്തി എന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പഴയ ഒരവസ്ഥയും കൂടി മനസ്സിലാക്കണം. കാരണം എൻ്റെ വീട്ടിൽ ഞാനാണ് ഏറ്റവും ഇളയ ആൾ. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. അപ്പച്ചനും അമ്മച്ചിയും 4 പെൺപിള്ളേരും. അപ്പച്ചൻ ഒരു കമ്പനി ജോലിക്കാരനായിരുന്നു, IAC, ഇന്ത്യൻ അലുമിനിയം കമ്പനി. അപ്പച്ചൻ റിട്ടയറായി ഞാൻ 10ാം ക്ലാസ് ആയപ്പോൾ. എനിക്ക് നല്ല അവസരങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ എന്നെ പാടാനായിട്ട് അപ്പച്ചൻ കൊണ്ടുപോകും. അപ്പം അപ്പച്ചന് ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ പാട്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും എൻ്റെ കുടുംബവും കഴിഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വർക്കുണ്ട്, എല്ലാ ദിവസവും ഗാനമേളയുണ്ട്. അപ്പം എനിക്ക് ഇൻകം ഉണ്ട്. പക്ഷെ വലിയ തുകയൊന്നും അല്ല അന്ന് കിട്ടുന്നത്. ചിലപ്പം 150 രൂപയായിരിക്കും, ചിലപ്പോൾ 200 ആയിരിക്കും, ചിലപ്പോൾ 300 ആയിരിക്കും, ചിലപ്പോൾ 500 ആയിരിക്കും. അതിൽ കൂടിയ ഒരു പേയ്മെൻ്റ് എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. മനസ്സിലായോ? പക്ഷെ ഇത് എല്ലാ ദിവസവും പലതുള്ളി പെരുവെള്ളമല്ലേ, എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു എൻ്റെ വീടിൻ്റെ മെയിൻ ഇൻകം. മനസ്സിലായോ? അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിലാണ് ചെന്നൈയിലേക്ക് പോണത്. എന്നെ ചെന്നൈക്ക് കൊണ്ടുപോയ ജയനങ്ങളിനോ എന്നെ പാടിപ്പിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനോ ആർക്കും എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയില്ല. ഞാൻ പാടിയില്ലെങ്കിൽ വീട്ടിലെ അവസ്ഥ ഭയങ്കര സങ്കടകരമാണ്. പക്ഷേ എൻ്റെ നേരെ മൂത്ത ചേച്ചി കലാഭവനിൽ പാടിയിരുന്നു കുറച്ച് നാൾ. അതും ഒരാശ്വാസമായിരുന്നു വീടിന്. ചേച്ചിക്ക് തൃശ്ശൂർ മ്യൂസിക് പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടിയപ്പോൾ ചേച്ചി അവിടെ ഹോസ്റ്റലിൽ താമസിച്ചു. പക്ഷേ ചേച്ചിയും ഒന്നിച്ച് ഗാനമേളകൾക്ക് പോയിരുന്ന ശോഭ, നമ്മുടെ അപർണ ബാലമുരളിയുടെ അമ്മ, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ശോഭയും ശോഭയുടെ അച്ഛനും കൂടി എൻ്റെ ചേച്ചീനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നുവെച്ചാൽ ഹോസ്റ്റലിൽ നിൽക്കണ്ട, വീട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്നാണ് ചേച്ചി 4 വർഷം പഠിച്ചത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവരൊക്കെ പ്രോഗ്രാംസിന് പോവും. അതും ഒരു ഇൻകം അല്ലേ. ചേച്ചി തൃശ്ശൂർ അങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാനിവിടെ പാടി നടക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പാടി കിട്ടുന്ന വരുമാനമാണ് ഞങ്ങളുടെ വീട്ടിലെ സമ്പാദ്യം. ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കണമെങ്കിൽ ഇത് വേണം, അങ്ങനത്തെ അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് രാജ സാറിനെ കാണാൻ പോണതും അവിടെ നമുക്ക് ചാൻസ് കിട്ടുന്നതും. ഞാൻ അവിടെ പാടി തുടങ്ങിയ കാലം തുടങ്ങി ഞാൻ എത്ര നാൾ പാടിയോ അത്രയും നാൾ രാജ സാറിൻ്റെ സ്റ്റുഡിയോയിൽ എനിക്ക് കിട്ടിയിരുന്ന പേയ്മെൻറ്റ് 1500 രൂപയാണ്. ആ 1500 രൂപ എല്ലാ ദിവസവും കിട്ടും. പക്ഷേ ആ സമയത്ത് ഞാനിവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞ സമയമാണ്. അപ്പം അറിയാമല്ലോ, ഒരു ചെറിയൊരു പെൺകുട്ടി പാടുന്ന പൈസ കൊണ്ട് ചേച്ചിയുടെ കല്യാണം നടത്തുക എന്ന്. ഞങ്ങളങ്ങനെ ഭയങ്കര കാശുകാരൊന്നുമില്ല, സാധാരണ ഒരു കുടുംബമാണ്. അപ്പച്ചൻ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന കുടുംബം. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ചെന്നൈക്ക് പോണത്. അവിടെ ചെന്ന് രാജസാറിൻ്റെ പാട്ടുകൾ എന്നും ഉണ്ട്. കൂട്ടത്തിൽ എനിക്ക് വർക്ക് കിട്ടുന്ന പാടരുത് എന്നൊന്നും, പുറത്തു പോയി പാടരുതെന്നൊന്നും സാറ് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ജോലി എന്താണ്? പാടുക എന്നുള്ളതാണ്. വരുമാനം വരണമെങ്കിൽ പാടണം. ഞാൻ ഈ ബാധ്യതകൾ തീർക്കണമെങ്കിൽ ഞാൻ പാടണം. അപ്പോൾ ഒരു റെക്കോർഡിങ്ങിനും മാത്രം പോയിക്കൊണ്ടിരുന്നാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. ഇത്രയൊക്കെ ഭാരങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഈ സമയത്താണ് രാജ സാറ് ചിന്ന ചിന്നാസെ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ റെക്കോർഡിങ്ങിന് വിളിക്കണതും ഇനി പാടരുത് എന്ന് പറയണതും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്പച്ചൻ ഹാർട്ടിന് പ്രോബ്ലം വന്നു. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവും. അപ്പോൾ ഒരാളോടും കടം വാങ്ങാതെ എനിക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് അങ്ങനെ തന്നെ കൊണ്ടുപോയി ബില്ലടയ്ക്കും. പിന്നെ ഒരു ചേച്ചി കല്യാണം കഴിക്കാനുണ്ട്. ഇതെല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് രാജ സാറ് നീ ഇതൊക്കെ അങ്ങെങ്കിൽ പോയി പാടരുത്, ഇവിടെ മാത്രം പാടിയാൽ മതി എന്ന് പറയുന്നിടത്ത് ഞാൻ വിഷമിക്കാൻ കാരണം ഇതാണ്. ഞാൻ പാടാൻ പോയില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണ്ടേ? ആ ഒരു പേടിയായിരുന്നു എൻ്റെ മനസ്സിൽ.
അല്ലാതെ സാറെന്നെ ദേഷ്യപ്പെട്ടതോ അതൊന്നുമല്ല എൻ്റെ വിഷമം. ഞാൻ ഇതെല്ലാം എങ്ങനെ മീറ്റ് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അല്ലാതെ സാറ് എനിക്ക് ഏറ്റവും നല്ല പാട്ടുകൾ തന്ന സംഗീതജ്ഞനാണ്. ഒരിക്കലും എനിക്ക് അദ്ദേഹത്തോടൊരു വെറുപ്പോ വിഷമോ ഒന്നുമില്ല. പക്ഷെ ഞാനെന്ന ഒരു കുഞ്ഞു വ്യക്തി ഏത് അവസ്ഥയിലായിരുന്നു എന്ന് സാറിനറിയില്ല. സോറി ചേച്ചി. അപ്പം ശരിക്കും നമുക്കൊരു തൊഴിൽ, നീ പാടണ്ട എന്ന് പറയുമ്പോൾ ഇത്രയും ഭാരങ്ങളുള്ള ഒരാൾ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബാക്കി എല്ലാവരൊക്കെ സഹായിക്കുമ്പോഴും ഇപ്പോൾ മനോജ് സാറൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്, റഹ്മാൻ സാറിൻ്റെ അമ്മ കൂടെ നിൽക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ സപ്പോർട്ടാവുമ്പോഴും ചേച്ചിക്ക് സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് പാടാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അവരൊന്നും അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ചിത്ര ചേച്ചി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മനോണ്ണൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറൊരാളും എന്നെ അങ്ങനെ എനിക്ക് സാമ്പത്തികമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല ആരോടും. എന്നുവെച്ചാൽ ആ സമയത്തൊന്നും ചോദിക്കേണ്ട അവസ്ഥയില്ല. എനിക്ക് വയ്യാതായപ്പോഴാണ് ചിത്ര ചേച്ചിയും മനോണ്ണനും ഒക്കെ എന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയങ്ങളിൽ ചിത്ര ചേച്ചി ഒരു പ്രാവശ്യം എന്നെ ഹെൽപ്പ് ചെയ്തു, മനോണ്ണൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അല്ലാതെ വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. സാമ്പത്തികമായിട്ട് സഹായം ചോദിച്ച ആരുടെ അടുത്തും ചെന്നിട്ടുമില്ല, ചെല്ലേണ്ടി വന്നിട്ടില്ല. പക്ഷെ അന്ന് ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയായിരുന്നു അത് കൈകാര്യം ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. ശരിക്കും ഡോക്ടേഴ്സിനെ വല്ലതും കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് സൈക്കാട്രിസ്റ്റ് അങ്ങനത്തെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു? ഈ ശബ്ദത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു അന്ന് ഡിസ്കഷൻ? അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്. കാരണം തെറ്റെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു അവബോധം ഉണ്ടായി തുടങ്ങിയിട്ട് എത്ര നാളായി? കുറച്ചധികം ആയിട്ടില്ല, ഇപ്പോഴും അത് വികസിക്കാത്തൊരു. അപ്പം നമ്മൾ മാനസിക നിലയിലേക്ക് പോകുന്നേയില്ല, ചിന്തിക്കുന്നേയില്ല അങ്ങനെ ഒരു. കാരണം എൻ്റെ അപ്പച്ചനെ പോലെ ഒരാളാണ് രാജാ സാറ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ അത് അത്രമാത്രം എന്നെ സ്പർശിച്ചു, എൻ്റെ മനസ്സിലത് ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമമുണ്ടാക്കി എന്നുള്ളത് ഞാൻ പോലും അറിയണില്ല. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അത്. എനിക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാടാൻ പറ്റുന്നില്ല. അപ്പോൾ പാട്ടുകാരനോ ഒരു പാട്ടുകാരിക്കോ പാടാൻ പറ്റുന്നില്ല, ശബ്ദം വരണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക? ശബ്ദം വരാനുള്ള മരുന്നുകൾ ചെയ്യും അല്ലേ? ചൂടുവെള്ളം കുടിക്കും, ഉപ്പുവെള്ളം ഗാർഗിൾ, ഏതെങ്കിലും ENT പോയി കാണും. ഇതൊക്കെ തന്നെ ഞാനും ചെയ്തത്. ആർക്കും ഒരു മറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരണില്ല. കാരണം ഇതൊരു വലിയ ഇഷ്യൂ അല്ലല്ലോ. ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നത് ഞാൻ മാത്രമല്ലേ അറിയണുള്ളൂ. ഞാനും ആ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന മ്യൂസീഷ്യൻസ് എല്ലാവരും കേട്ടിട്ടുണ്ട്. അതും എനിക്കൊരു വിഷമായിരുന്നു. എന്ന് വെച്ചാൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇരിക്കുകയാണേ, അപ്പൊ ഹെഡ്ഫോണിൽ എല്ലാവരും കേൾക്കല്ലേ. വിജി മാനുവൽ അങ്കിൾ ഓടി വന്നു ടേക്ക് എടുക്കണതിന് മുമ്പ്. ഞാൻ കരയാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് മാത്രമേ അന്ന് ധൈര്യം ഉണ്ടായുള്ളൂ ഓടി വരാൻ. രാജസാറിൻ്റെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്, അങ്ങനെ ഓടി നടക്കാനോ അനാവശ്യമായിട്ട് എഴുന്നേറ്റ് പോകാനോ ഒന്നും പാടില്ല അവിടെ. പക്ഷേ വിജയങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാപ്പ നീ അഴാതെ, അത് ചുമ്മാ സൊന്നാങ്ങ, നീ പാട്, നീ നല്ല പാടുന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ട് അങ്ങൊരു ക്യാബിനിലേക്ക് തിരിച്ചു പോയി. മനോണ്ണൻ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. പക്ഷെ അണ്ണൻ അതൊക്കെ ഓർക്കുന്നുണ്ട്. എനിക്കത് ബാധിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ബാധിക്കണം എന്നില്ലല്ലോ. ഇത് ഓർമ്മയിൽ സൂക്ഷിക്കണം എന്നുമില്ല. അങ്ങനെ ഒരു സംഭവമാണത്. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു വഴക്കാണത്. ആദ്യമായിട്ടും അവസാനമായിട്ടും.
എനിക്കങ്ങനെ ആരുടെ അടുത്തൊന്നും ഒരു വഴക്ക് കിട്ടിയിട്ടില്ല. ഉം. ചിലപ്പോൾ അതും ആവാം, ഒരു ഒരു വിഷമം പേടിയൊക്കെ വന്നത് അതുകൊണ്ടാവാം. ഉം. പക്ഷെ അതൊന്നുമല്ല എൻ്റെ ശബ്ദത്തിനെ ബാധിച്ചത് ആണ് എൻ്റെ ചിന്ത. എന്ന് വെച്ചാൽ നമ്മൾ ഈ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ ഇത്രമാത്രം നമ്മളെ ബാധിക്കുമെന്ന് നമുക്ക് അതിനുള്ള ഒരു അറിവില്ല അന്ന്. ഉം. അതിനുശേഷം ഈ തൊണ്ടയ്ക്ക് വേണ്ടി എത്രയോ ചികിത്സകൾ, എത്രയോ ഡോക്ടേഴ്സ്, എവിടെയെല്ലാം ചികിത്സിച്ചു. പക്ഷെ ശബ്ദം വരണില്ല. ഉം. പാടാൻ പോയിട്ടൊന്നും മൂളാൻ പോലും പറ്റില്ല. ഉം. അപ്പം അങ്ങനെ ഇതിങ്ങനെ ഒരു പരമ്പരയായിട്ട് ഇങ്ങനെ, ഞാനതിന് പരമ്പര എന്നാ പറയണേ ഈ ശബ്ദം പോയ അവസ്ഥേനെ. എന്ന് വെച്ചാൽ ഇത് ഒന്ന് സാധാരണ ഒരു പാട്ടുകാരന് ശബ്ദം പോയാൽ 1-2 ആഴ്ച റെസ്റ്റ് ചെയ്താൽ ശബ്ദം തിരിച്ചു വരണം അല്ലേ? ഇത് തിരിച്ചു വരണില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടി കൂടുതൽ ശ്രമിക്കും, കൂടുതൽ നല്ല ഡോക്ടേഴ്സിനെ പോയി കാണും. ജോളി എബ്രഹാം ചേട്ടൻ എന്നെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, ഒന്നല്ല പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എനിക്ക് പിന്നെ അവരെയൊക്കെ വിളിക്കാനും അവരുടെ അടുത്തേക്കൊക്കെ പോകാനും വിഷമമായി തുടങ്ങി. കാരണം ഞാൻ മൂലം അവരും വിഷമിക്കണേ. എന്നെ എൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ എവിടെയെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി അവർ വിഷമിക്കല്ലേ, പിന്നെ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല. പക്ഷെ 10-13 വർഷം എടുത്തു ചേച്ചിയുടെ വോയിസ് ശരിക്കും പാടാനുള്ള പരുവത്തിൽ തിരിച്ചു കിട്ടാൻ. ഈ കാലത്തിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതിൻ്റെ വിദഗ്ധർ, എക്സ്പേർട്സ് എന്താണ് ചേച്ചിയോട് പറയുന്നത്? ഒപ്പീനിയൻ എന്താണ്? മെൻ്റൽ ട്രോമ അങ്ങനെ മാറിയതായിരിക്കാമെന്നാണോ ചേച്ചി? ഇപ്പോൾ ലേറ്റസ്റ്റ് അഡ്വൈസ് എന്താണ് ചേച്ചി കിട്ടിയിട്ടുള്ളത്? ട്രോമയാണ് എന്ന് വെച്ചാൽ അത് ഇന്നതാണ് കാരണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കാരണങ്ങളിൽ ഒന്നായിരിക്കാം അത്. പക്ഷെ ഈ പാടാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു പാട്ടുകാരന് വരുമ്പോൾ അത് എങ്ങനെ അത് നമ്മൾ വർണ്ണിക്കും? മറ്റുള്ളവരവിടെ ഇരുന്നപ്പോൾ രജനീഷിന് ചേച്ചി പാട് ശരിയാകും എന്ന് പറയാം അല്ലേ? പക്ഷെ പാട്ടെൻ്റെ ഉള്ളിൽ നിന്ന് വരണ്ടേ? ആ ഒരു വിഷമം ഞാൻ അനുഭവിക്കുന്ന വിഷമം ഒരിക്കലും രജനീഷിന് കിട്ടില്ല. പിന്നെ ചില കഥകളുള്ളത്, ചേച്ചി പിന്നെയും പാടാൻ വേണ്ടിയിട്ട് പല സ്റ്റുഡിയോയിൽ പോയി, സ്റ്റുഡിയോയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. 1-2 സ്റ്റുഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. പോയിട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ പാടാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചാൽ പോവില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാടാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അതെന്താ പറയുക അതിന്. അപ്പം ഞാൻ ഒരു റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ മിക്കവാറും പാട്ടുകൾ പാടി ഇറങ്ങും. അതായത് മിക്സിംഗ് ആണെങ്കിൽ, അഥവാ വിത്ത് ഓർക്കസ്ട്ര ആണെങ്കിൽ ചിലപ്പോൾ ഉച്ച വരെ ഉണ്ടാവും, രാവിലെ തുടങ്ങി. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാണെങ്കിൽ 2 മണി തുടങ്ങി 7 മണി വരെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഓർക്കസ്ട്രക്കാരിരുന്ന് വായിക്കുമ്പോൾ ഞാൻ ഈ ശബ്ദമില്ലാണ്ട് ചെന്നിട്ട് പരീക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? അത്രയും മ്യൂസീഷ്യൻസിൻ്റെയും ആ മ്യൂസിക് ഡയറക്ടറുടെയും മൂഡ് കളയണോ? എന്ത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിന് എന്നെ പാടാൻ വിളിക്കുന്നത് പാടാനല്ലേ. അപ്പം ഞാൻ പാടാതാവുമ്പോൾ അവിടെ പല സീനുകളുണ്ടാവും. ഞാൻ പാടാതെ വിഷമിക്കും, എന്നെ ചൊല്ലി മറ്റുള്ള മ്യൂസീഷ്യൻസ് വിഷമിക്കും, അത്രയും സമയം നഷ്ടമാവും. ഇത്രയും സമയം ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റുഡിയോയ്ക്ക് റെൻ്റ് കൊടുക്കണ്ടേ? ഇത്രയും ആൾക്കാരെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. അപ്പോൾ എന്നെ റെക്കോർഡിങ്ങിന് വിളിക്കും, ഞാൻ പറ്റില്ല എന്ന് പറയും, എനിക്ക് പാടാൻ പറ്റില്ല എന്ന് തന്നെ പറയും. അപ്പോൾ പലരും സ്നേഹമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ പാടാൻ പറ്റില്ല എന്ന് പറയണേ, പനിയാണെന്ന് പറയേ, അല്ലെങ്കിൽ ജലദോഷമാണെന്ന് പറയും. എത്ര ദിവസം നമുക്ക് പനിക്കും ഇല്ലേ? എത്ര ദിവസം നമ്മൾ നുണ പറയും? അത് നമുക്ക് സാധിക്കില്ല. ഇത് മാസങ്ങളോളം നമുക്ക് ഈ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ നാളെ ശരിയാകും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയാണ് ആ അവസ്ഥയിലൂടെ കടന്നു പോയതെന്ന് വർണ്ണിക്കാൻ എനിക്ക് അറിയണില്ല. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. ആ സമയത്ത് മാരേജ് ഫിക്സേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചേട്ടൻ ദുബായിലാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞാൻ അന്നൊക്കെ മനോണ്ണൻ്റെ വീട്ടിലാണ്. മനോണ്ണൻ ആണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെന്നൈയിലായതുകൊണ്ട് അണ്ണൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ 3ാമത്തെ സിസ്റ്ററുടെ കല്യാണം ആ സമയങ്ങളിലാണ്.
ഇപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി അപ്പച്ചനും അമ്മച്ചിയും നാട്ടിൽ വേണം, എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുകയും വേണം. ആര് നോക്കും എന്നെ? ആരും നോക്കാനില്ല. അപ്പം അണ്ണനും ജമീലാക്കയും എന്നെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടിലേക്ക്. അവരുടെ വീട്ടിലൊരു കുഞ്ഞിനെ നോക്കണ പോലെ എന്നെ നോക്കാൻ 2 ആയമാരും. ഞാൻ ആ മക്കളുടെ കൂടെ ഞാനവിടെ കളിച്ച് നടക്കും. അതേപോലെ തന്നെ റഹ്മാൻ സാറിൻ്റെ അമ്മ ആ സമയത്ത് നന്നായിട്ട് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു ആ സമയത്ത് നടന്നു പോയത്? ആ സമയത്ത് അമ്മ കാറിന് വരും ചില ദിവസങ്ങളിൽ, വെള്ളിയാഴ്ചകളിലായിരിക്കും വരിക. വന്നിട്ട് എന്നെ അന്നൊരു അംബാസഡർ കാറിന് അമ്മ വരും, കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു ബേക്കറിയുടെ അവിടെ നിർത്തിയിട്ട് കുറേ ബോക്സുകളിൽ ബണ്ണുകൾ വാങ്ങും. വാങ്ങിയിട്ട് കാറിൽ വയ്ക്കും. എന്നിട്ട് ദർഗയുടെ ഫ്രണ്ടിൽ പോയിട്ട് എൻ്റെ കൈ കൊണ്ട് ആ ബണ്ണ് വിശക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ പല പ്രാവശ്യം, ഒരു പ്രാവശ്യമൊന്നുമല്ല. പിന്നെ സാറിൻ്റെ പൊന്നേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ബാബ ഉണ്ടായിരുന്നു. അമ്മ അവിടെ പ്രയറിന് പോകുമ്പോൾ എന്നെ വിളിക്കും. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം, എൻ്റെ മാരേജിന് ശേഷം എന്നെ ജോയിച്ചൻ കൊണ്ടുപോകും അവിടെ. ഞങ്ങൾ രാത്രി അവിടെ പ്രയറിന് പോവും, വെളുപ്പിനായിരിക്കും തിരിച്ചു വരണത്. അങ്ങനെയൊക്കെ അമ്മ എന്നെ ഒരുപാട് എനിക്ക് സ്നേഹം തന്ന അമ്മയാണ്.